ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടിൻ്റെ ഒരു നാടൻ വിഭവം കൂർക്ക മത്തി വറ്റിച്ചത്. നമുക്കിതിലേക്ക് വേണ്ടത് കൂർക്കൽ, മത്തി, പുളി പിഴിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവ, തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. ആദ്യം നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതയ്ക്കണം, തക്കാളിയും. അത് ആദ്യം നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആക്കാണ്ട ഒരു 8 പച്ചമുളക്. ഒരുപാട് അങ്ങോട്ട് ചതയണ്ട, പക്ഷെ ഒരു 50% ചതച്ചാൽ മതി. നമുക്ക് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചതച്ചെടുക്കാം. ചെറുതാക്കി കരിഞ്ഞിട്ട് ചതച്ച് എടുക്കണം. ഒരു 4 തക്കാളി. അപ്പം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി തക്കാളി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ കുക്കിങ്ങിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. നമുക്കാദ്യം ഉലുവ ഇടാം. ഉലുവ നല്ലോണം മൂത്ത് അത് പൊട്ടണം. ഉലുവ നന്നായി പൊട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലിടും. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ ഇതിലിട്ട് അത് മൂക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇടും. അപ്പം നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞു. ഇനി അത് വെന്തുടയുന്ന വരെ ഇളക്കി കൊടുക്കുക. നല്ലോണം വെന്തുടയണം. ഇതിപ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 4 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മൂക്കുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഒരു നല്ല ഡാർക്ക് റെഡ് കളർ വരും, അതുവരെ വഴറ്റി കൊടുക്കുക. ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേവിച്ച കൂർക്കൽ ഇതിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. പ്രേമത്തിൻ മാലാകേനിയാരോ മിന്നും കനവിലെ കാണിമലരോ
കൂർക്കൽ നമുക്ക് ഏകദേശം ഒരു നല്ല ചെറുതാവാതെ കുറച്ചൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. കൂർക്കലിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിൽ എക്സ്ട്രാ കുറച്ച് ചേർക്കണം. അപ്പോൾ നമുക്ക് തിളയ്ക്കുന്ന വരെ അതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് തിളച്ചോ നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി മീനിടാം. അപ്പോൾ നമ്മൾ മീനിട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്കത് ആദ്യം റെഡിയാക്കി വെക്കാം. അപ്പം ഏകദേശം പകുതി വേവായിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. എന്നാൽ നമുക്ക് തായോ നോക്കാം. അപ്പോൾ ഏകദേശം മത്തിയൊക്കെ വെന്ത് കറിയൊക്കെ നല്ല വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ അടച്ചിട്ട് ചെറിയ ഉള്ളിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് വാങ്ങി വെക്കാം. നമുക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് വാങ്ങിയേക്കാം. നമ്മുടെ കൂർക്ക മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുവാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. വെരി ടേസ്റ്റിയാണ്.